ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസ്സി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധാകരൻ മാഷിൻ്റെ ബാഗിൽ നിന്ന് കഞ്ചാവിൻ്റെ പാക്കറ്റ് പിടികൂടുകയാണ് പോലീസുകാരൻ. ഈ ഒരു ടൈമിൽ സുധാകരൻ മാഷ് ആകെ നെട്ടിത്തെറിക്കുകയാണ്. തൻ്റെ ബാഗിൽ ഇതിങ്ങനെ വന്നെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടൈമിൽ വിക്രം മുന്നോട്ട് വന്നിട്ട് പോലീസുകാരോടും സുധാകരൻ മാഷോടായിട്ട് പറയുന്നുണ്ട്, അത് എൻ്റേതാണ്, ഞാനാണ് ആ കഞ്ചാവ് അതിൽ വെച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും ഒന്നും കൂടെ ഷോക്കാവാണ് സുധാകരൻ മാഷും കമലാമ്മയും. പെട്ടെന്ന് എൻ്റെ സുധാകരൻ മാഷും നല്ലൊരു അടി ചെവിടത്തേക്ക് വിക്രമിൻ്റെ ചെവിടത്തേക്ക് നല്ലൊരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം പോലീസുകാരെല്ലാവരും കൂടെ വിക്രമാണ് അതിന് ഉത്തരവാദി, ആ കഞ്ചാവ് വിക്രമിനെയാണ് കൊണ്ടുവച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ശ്രീജ പറയുന്നുണ്ട്, ആ ഒരു അവാർഡ് കിട്ടുന്ന സമയത്ത് തന്നെ, അച്ഛന് ഒരു അവാർഡ് കിട്ടുന്ന സമയത്ത് തന്നെ വിക്രം ഇങ്ങനൊരു പണി ചെയ്യുന്ന ആരും വിചാരിച്ചില്ല, എല്ലാവരും ആകെ തകർന്നു പോയി ആ ഒരു ടൈമിലെന്ന് പറയണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേദ പറയാണ്, ഒരിക്കലും അത് വിക്രമിൻ്റെ ആയിരുന്നില്ല, വിക്രം അത് വെച്ചിട്ടുമില്ല, അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി വിക്രം അങ്ങനെ അത് ഏറ്റെടുക്കുകയായിരുന്നു, അച്ഛനെ ഒരു കാരണവശാലും ജയിൽ പോകണ്ടെന്ന് കരുതിയിട്ട് വിക്രം ആ ഒരു ശിക്ഷ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് വേദ. ആ ഒരു ടൈമിൽ ശ്രീജ പറയാണ്, അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നതെന്ന്, ആ തെറ്റ് ചെയ്തത് വിക്രമല്ലേ, അപ്പോൾ വിക്രം അച്ഛനെ രക്ഷിക്കാനായിരുന്നു അങ്ങനെ ചെയ്തത് എന്നുകൊണ്ട് ശ്രീജയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അതേതായാലും ഞാൻ തെളിയിക്കും, വിക്രമിനെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം ഈ ഒരു ടൈമിൽ വിക്രമാണെങ്കിൽ റൂമിൽ എന്തെങ്കിലും മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ വേദ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താണ് വീഡിയോ വൃത്തിയാക്കി നിങ്ങൾ എന്താണ് ഈ ആശാരിപ്പണി ഏറ്റെടുക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പണി അറിയിക്കണ്ടേ എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അതാലോചിച്ച് ബേജാറാവണ്ട, ഞാൻ ഏതായാലും ഒരു പണി ഏറ്റെടുത്തിട്ടുണ്ട്, ഞാൻ ഏതായാലും ഇനി വക്കീൽ പ്രാക്ടീസിന് പോവുകയാണ്. അപ്പോൾ ഇനി വീട്ടിൽ ഒരു ഗുണ്ടയും ഒരു വക്കീലും ആയല്ലോ, ഇനി ഏതായാലും നിങ്ങൾ അറസ്റ്റ് ചെയ്ത് പോകുമ്പോൾ വേറൊരു വക്കീലിനെ തേടേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ വന്ന് നിങ്ങൾക്ക് ജാമ്യം എടുത്തെന്നാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. വിക്രമിനും പഠിച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആവായിരുന്നു, നല്ലൊരു നിലയിൽ എത്തുകയും ചെയ്യായിരുന്നു, പക്ഷെ വിക്രം എങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞിട്ട് വേദ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എൻ്റെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എന്നെ അങ്ങനെ ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തതെന്ന് പറയണം. അപ്പോൾ എന്ത് സാഹചര്യം വിക്രമിന് അങ്ങനെ ഉണ്ടായത്, ഞാനും ഇവിടെ കുറേ കാലം ജീവിക്കുന്നു, അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് തോന്നിയിട്ടില്ലല്ലോ, എന്താണ് ശരിക്കും സംഭവിച്ചത് വിക്രം ഒന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിനോടായിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്. വിക്രം അപ്പോൾ വേദയെ നോക്കിയിട്ട് എന്തൊക്കെയോ പറയാനെന്ന പോലെ നിൽക്കുന്നതായിട്ട് പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.